നമസ്കാരം. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് ഇന്ന് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിധിയായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ട്രയൽ കോർട്ടാണ് തീരുമാനിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നത്. പക്ഷെ ഇന്നത്തെ വിധിയിൽ കോടതി പറയുന്നതും അത് തന്നെയാണ്. ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ടുള്ള ആ വിധിയിൽ കോടതി പറയുന്നത് കേസിന്റെ മെറിറ്റ് നോക്കിയല്ല ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ്. പക്ഷെ ഈ വിധി ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ ഒരു കോമാളിയാക്കി മാറ്റുന്ന ഒരു വിധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈ? ഇടക്കാല ജാമ്യം എന്നത് ഒരിക്കലും ഒരു പുതിയ കാര്യമായിട്ടൊന്നും നമുക്ക് കാണേണ്ടതില്ല. ഇടക്കാല ജാമ്യം തീർച്ചയായിട്ടും ജഡ്ജിയുടെ ഒരു ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ ജഡ്ജിക്ക് തോന്നുന്നു, അതായത് ഒരു പ്രതി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ എന്തെങ്കിലും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആ പ്രതിക്കുണ്ട്, ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുക അല്ലെങ്കിൽ രോഗാവസ്ഥയിലാവുക, ഇതൊക്കെയാണ് ഇടക്കാല ജാമ്യം നൽകുന്നതിന് കോടതി സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ടും കണ്ടെത്തുന്ന അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഓഫ് ഒരു ബെയിൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാരണങ്ങളാണ്. പക്ഷെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് ഈ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് പ്രതിയായ കെജ്രിവാൾ പോലും ചോദിക്കാതെയാണ് കോടതി ഈ പറയുന്ന ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ്. ലുക്ക് അറ്റ് ദ ജോക്ക്. പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇല്ലീഗാലിറ്റി ഓഫ് അറസ്റ്റ്, അതായത് ED തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്, ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള കെജ്രിവാളിൻ്റെ ഒരു പ്രെയർ പോലും അല്ല. അദ്ദേഹം പോലും ആവശ്യപ്പെടുന്നില്ല ഇടക്കാല ജാമ്യം വേണമെന്നുള്ളത്. പക്ഷെ കോടതി നൽകിയിരിക്കുന്നത് ചോദിക്കാതെ തന്നെ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോടതി ഇതിന് കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണങ്ങളാണ്. അതായത് എന്തുകൊണ്ട് ഇടക്കാല ജാമ്യം നൽകുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഗ്രൗണ്ട്സ് ആണ് സുപ്രീം കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാ ഇന്ത്യൻ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ തുല്യ സംരക്ഷണമാണ്, തുല്യ സമീപനമാണ് എന്ന ഒരു സങ്കല്പത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തന്നെയാണ് കോടതി ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരന് മറ്റ് സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും അവകാശമുണ്ട് എന്നാണ് ഈ പറയുന്ന വിധിയിലൂടെ കോടതി ഇന്ന് പറഞ്ഞു വെക്കുന്നത്. സാധാരണയായിട്ട് പ്രതിയുടെ ബന്ധുക്കളുടെ മരണമോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ ഒക്കെ ഒരു ഗ്രൗണ്ട്സ് ഓഫ് ബെയിലായിട്ട് കോടതി മുന്നേയും എടുത്തിട്ടുണ്ട്. പക്ഷെ കെജ്രിവാളിന് ഇലക്ഷൻ പ്രചാരണം നടത്താനായിട്ട് ജാമ്യം നൽകുന്നു എന്നാണ് കോടതി പറയുന്നത്. അതും ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവിന് ഇലക്ഷൻ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. വളരെ സുപ്രീം കോമഡി എന്ന് തന്നെ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഒരു രാഷ്ട്രീയക്കാരന് ഇലക്ഷൻ പ്രചാരണം നടത്തുന്നത് പോലെ തന്നെ പ്രധാനമായിരിക്കും ഒരു കൃഷിക്കാരന് ഇപ്പോൾ സ്വന്തം കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അതുപോലെ തന്നെ പ്രധാനമാണ് എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടത്. ഇതിൽ നിന്നെല്ലാം എന്ത് വ്യത്യാസമാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് ഇവിടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്? അപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് പ്രചാരണം നടത്തണം. അത് ഇലക്ഷനിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത കെജ്രിവാളിന് ഇലക്ഷനിൽ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി എന്ന് പറയുന്നത്. ഇതേ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള BRS പാർട്ടിയുടെ കവിത, സ്വന്തം മകനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊരു ആവശ്യമായിട്ട് കോടതിയെ ജാമ്യത്തിന് സമീപിച്ചു. ഇതേ കോടതി തന്നെയാണ് ആ ആവശ്യം നിരാകരിച്ചത്. അതുപോലെ തന്നെ മറ്റ് പ്രതിയായിട്ടുള്ള ഹേമന്ത് സോറൻ ഉണ്ട്, അതുപോലെ തന്നെ മനീഷ് സിസോദിയ ഉണ്ട്. ഇവർക്കൊന്നും നൽകാത്ത ഒരു ന്യായമാണ് കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോടതി ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നു. പക്ഷെ ഇതിന് മുന്നേയുള്ള ഏതെങ്കിലും കേസുകളിൽ കോടതികൾ ഇങ്ങനെ ഈ രീതി പിന്തുടർന്നിട്ടുണ്ടോ? ഇല്ല. 2013 ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡിയെ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടില്ല.
അതുപോലെ തന്നെ 2014 ജയലളിതയ്ക്ക് ജാമ്യം നൽകിയിട്ടില്ല. ആ സമയത്ത് കോടതി എന്താണ് പറഞ്ഞത്? ദ കറപ്ഷൻ ഈസ് എ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അതായത് അഴിമതി എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് എന്നാണ് അന്ന് കോടതി പറഞ്ഞത്, ജാമ്യം നിഷേധിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ന് കോടതി ചെയ്തിരിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് തന്നെ പറയാം. കാരണം ഇനി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇതേ ആവശ്യം പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ കോടതിയും ജാമ്യം നൽകാതിരിക്കുമോ? അതായത് നൽകാതിരുന്നു കഴിഞ്ഞാൽ എന്തായി? ഇത് കെജ്രിവാളിന് മാത്രം വേണ്ടി നൽകിയിട്ടുള്ള ഒരു വിധിയായി മാറും. ഇനി ജാമ്യം നൽകിയാലോ, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതേ ആനുകൂല്യം നൽകിയാൽ എന്ത് സംഭവിക്കും? മറ്റ് ജനങ്ങളിൽ നിന്ന്, മറ്റു പൗരന്മാരിൽ നിന്ന് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് പ്രത്യേകിച്ച് ഒരു അവകാശം കോടതി സങ്കല്പിച്ച് നൽകുകയാണ്. അതായത് ഇലക്ഷൻ പ്രചാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഉള്ള ഒരു അവകാശമായി മാറും. ഏത് രാഷ്ട്രീയക്കാരനും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ ജാമ്യം നൽകാം. കാരണം എനിക്ക് എന്താ പറയുക, ഇവിടെ ഇലക്ഷൻ പ്രചാരണം നടത്താനുണ്ട് അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാമ്യത്തിന് അപേക്ഷിക്കാം. ഇന്ത്യയിൽ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇലക്ഷൻ പ്രചാരണം നടത്താവുന്നത് ഒരു അവകാശമാണ്, അതിനുവേണ്ടി ജാമ്യം നൽകാം എന്ന രീതിയിലുള്ള ഒരു കോടതിയുടെ ഒരു ന്യായീകരണം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യത്ത് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് പ്രത്യേകിച്ചുള്ള ഒരു അവകാശം ഒരു പ്രത്യേക അവകാശം നൽകുകയാണ് ഈ കോടതി ഇന്നത്തെ ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന് മാത്രമല്ല, ഇത് എന്തെങ്കിലും ഒരു താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത വിധിയാണോ എന്ന് പോലും സാധാരണക്കാരായ ജനങ്ങൾ സംശയിക്കുക കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിക്ക് അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. വളരെ മോശം വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഒരു പ്രത്യേക പ്രിവിലേജായിട്ട്, ഒരു പ്രത്യേക മറ്റ് പൗരന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു പ്രത്യേക പൗരനാണ് എന്ന് പറയുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആ ഒരു തുല്യത, ഇക്വാലിറ്റി എമംഗ് ദ ലോ, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ലോയ്ക്ക് മുമ്പിൽ എല്ലാവരും പൗരന്മാർ തുല്യരാണ് എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇന്ന് കോടതി ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. വളരെ മോശം വിധി എന്ന് പറയുന്നത്, ഇതൊരു പ്രസിഡന്റായി മാറിക്കഴിഞ്ഞാൽ, ഇതൊരു പ്രസിഡന്റായി എടുത്തു കഴിഞ്ഞാൽ ഇനി ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാം. കേസിലകപ്പെട്ട ജയിലിലുള്ള രാഷ്ട്രീയക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബെയിലിന് അപ്ലൈ ചെയ്യാം, അവർക്ക് പുറത്തിറങ്ങാം. സോ ദിസ് ഈസ് going to be a bad precedent in Indian judiciary.